താങ്ങാൻ കഴിയാത്ത വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കൽബ് താളം തെറ്റി പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സമാധാനത്തിന്റെ ഒരു വഴിയിലേക്ക് വരാൻ വേണ്ടി, നമുക്ക് മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട മഹത്വമായ ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഖുർആനിൽ ഇടം പിടിച്ച വളരെ മഹത്വമേറിയ ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും കൈമാറി വന്ന ദിക്റാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ദിക്ർ തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ നമ്മൾ അതിനെ പതിവാക്കണം. പതിവാക്കി കഴിഞ്ഞാൽ താളം തെറ്റിപ്പോയ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കും. ഒരു നിലക്കുള്ള മനപ്രയാസവും നമ്മെ അലട്ടുകയില്ല. നീറിപ്പുകയുന്ന കൽബുകൾക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഇടം പിടിച്ച ആയത്ത് കൂടിയാണ് ഇൻഷാ അള്ളാഹ് ഈ പറയുന്ന ദിക്ർ. പലപ്പോഴും നമ്മൾ വല്ലാതെ വിഷമിക്കുന്നത് നമ്മൾ കാരണമായിട്ടല്ല. മാതാപിതാക്കളാണെങ്കിൽ അവർ മക്കളുടെ ജീവിതത്തിൽ ആവലാതിയും അവരുടെ ബിസിനസ്സിലുള്ള തകർച്ചയും അവരുടെ ജീവിതമൊന്ന് സന്തോഷത്തിലാകാത്തതിന്റെ പേരിൽ, ഒന്ന് സമാധാനത്തിലാകാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരാണ് കൂടുതൽ മാതാപിതാക്കളും. എന്നാൽ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഈ ദിക്ർ ചൊല്ലുക, മക്കൾക്ക് അത് ചൊല്ലാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുക. ഇൻഷാ അള്ളാഹ് നല്ല ഫലം ലഭിക്കുന്ന ദിക്റാണ്. നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദിവസം ഒരു 70 100 തവണ നമുക്കതിനെ ചൊല്ലാൻ സാധിക്കണം. ഒരിക്കലും വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മിൽ നിലനിൽക്കുകയില്ല. അള്ളാഹു എല്ലാ വിഷമങ്ങളെയും നമുക്ക് മാറ്റിത്തരും.